പി ജെയിംസ്, ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇറാൻ ടെലിവിഷൻ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഇറാന് ഈ യുദ്ധത്തിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ സംഭവം. ലോകം കണ്ട ഏറ്റവും വലിയ ചെകുത്താനെ കൊലപ്പെടുത്തി എന്നുള്ള ആവേശത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇരിക്കുമ്പോഴും ഈ അവരുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയത് എത്രമാത്രം മുറിവുണ്ടാക്കും ഇറാന്റെ ഹൃദയത്തിൽ? പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള സംഭവവാസങ്ങളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതാണ്, ഖമനായി കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി, ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള അലി ഖമനായി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അത് ഇറാൻ നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ അവരത് ശരിവെച്ചിരിക്കുന്നു. അവരുടെ പരമോന്നത നേതാവ് 86-കാരനായ ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരുപക്ഷെ ഇറാനെ രണ്ട് തരത്തിലായിരിക്കും ഇറാനെ അത് സ്വാധീനിക്കാൻ പോകുന്നത്. ഒന്ന്, ഇറാന് 6,60,000 വലിയ ആർമിയുണ്ട്. ആ സൈന്യത്തിലെ നല്ലൊരു ശതമാനവും ആയത്തുള്ള ഖമനിയുടെ നേരിട്ടുള്ള കമാൻഡിൽ വരുന്ന സുപ്രീം ലീഡർ എന്ന നിലയിലും അവരുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിലും അതിനുള്ളൊരു പ്രതികാരം ചെയ്യാനായിട്ട് ഒരുപക്ഷെ സൈന്യവും അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സൊക്കെ നേരിട്ട് രംഗത്തിറങ്ങാൻ ഉള്ളൊരു സാധ്യത ഒന്ന്. രണ്ട്, ഒരു യുദ്ധരംഗത്ത് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ട് അവരുടെ ഒരു വീര്യം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയായിരുന്നു. വനിതകളുടെ പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് വനിതകളാണ് ഹിജാബിൻ്റെ പേരിൽ പുറത്തിറങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന പ്രക്ഷോഭത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊന്നിരുന്നു. അവിടെ ഇൻ്റർനെറ്റൊക്കെ നിരോധിച്ചിരുന്നു. 35,000 പേര് വരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത്. അതിൽ ഖമനായി മാത്രമല്ല, ഖമനായിയുടെ മകൾ, മരുമകൻ, കൊച്ചുമകനടക്കം അവരുടെ കുടുംബാംഗങ്ങൾ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് അടുത്ത കാലത്തൊന്നും ആരും കേട്ടിട്ടില്ലാത്ത വിധമായിരുന്നു. അമേരിക്കൻ നിർമ്മിതമായ 200 ലേറ്റസ്റ്റ് യുദ്ധവിമാനങ്ങളാണ് ഒറ്റയടിക്ക് തരംഗം പോലെ ഇറാന്റെ 24 പ്രവിശ്യകളിൽ, ആകെ 31 പ്രവിശ്യകളാണ് ആഞ്ഞടിച്ചത്. അതിൽ ആദ്യം ടാർഗറ്റ് ചെയ്തത് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയുടെ കൊട്ടാരമായിരുന്നു. കൊട്ടാരത്തിൽ തന്നെ 30 ബോംബുകളാണ് ഇട്ടത്. അപ്പോൾ അവിടെ തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞു. ആ സമയത്ത് ആയത്തുള്ള ഖമനായി കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലിൽ നിന്ന് ചാനൽ 12 അടക്കമുള്ളവർ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനെ നിരന്തരമായി നിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി പറഞ്ഞത് ഇത് തെറ്റായ വാർത്തയാണ്. എൻ്റെ അറിവ് അനുസരിച്ച് അധികം ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. എൻ്റെ അറിവ് അനുസരിച്ച്, അല്ലാതെ കൺഫേംഡ് ആയിട്ടല്ല എന്ന് അപ്പോൾ പറഞ്ഞു. എൻ്റെ അറിവ് അനുസരിച്ച് അധികം ജീവിച്ചിരിപ്പുണ്ട്. ടെലിവിഷൻ ചാനലിൽ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ടെലിവിഷൻ ചാനലിൽ വന്നില്ല. എന്ന് മാത്രമല്ല, കുറച്ച് നേരത്തെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നതിൻ്റെ പിറകെ തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്തു, ഇത് അലി ഖമനിയുടെ മെസ്സേജാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഇതൊക്കെ ഒരു ഒരുക്കത്തിന് വേണ്ടി അവർ നടത്തിയ ഒരു നീക്കം മാത്രമാണ്. കാരണം കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു തരത്തിലും ചിന്തിക്കാത്ത രീതിയിൽ സൗദിയിൽ, UAE-യിൽ, കുവൈറ്റിൽ, ഖത്തറിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ കയറി അവർ ആക്രമണം നടത്തിയത്. കാരണം അവർക്ക് അനൗദ്യോഗികമായി അവർക്കറിയാമായിരുന്നു അവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ രീതിയിൽ പ്രതികരിച്ചത്. പി ജെയിംസ്, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.